ഓർക്കുക, തലയിലുണ്ടാകുന്ന മുഴകളെല്ലാം തന്നെ ക്യാൻസറിനെത്തിപ്പെട്ടവയല്ല. നല്ലൊരു ശതമാനവും ക്യാൻസറിനെത്തിപ്പെടാത്തവയും നേരത്തെ കണ്ടുപിടിച്ചാൽ ചികിത്സിച്ച് പൂർണ്ണമായി ഭേദമാക്കാനും പറ്റുന്ന മുഴകളാണ് അധികവും നമ്മൾ കണ്ടുവരാറുള്ളത്. ഞാൻ ഡോക്ടർ രാധാകൃഷ്ണൻ, സീനിയർ കൺസൾട്ടൻറ്റ് ന്യൂറോ സർജൻ, അപ്പോളോ അറ്റ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി. അപ്പോൾ പറഞ്ഞു വരുന്നത്, തലയ്ക്കുണ്ടാകുന്ന മുഴകൾ ഒരു ട്യൂമറാണെന്ന് ഒരു ഡോക്ടറോ ഒരു സ്കാനിൽ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാലോ നമ്മൾ ഒട്ടും തന്നെ ഒരു ആലോചിച്ച് തല പുണ്ണാക്കേണ്ട ഒരു അവസ്ഥയല്ല എന്നുള്ളത്. അതിനെ നമുക്ക് പൂർണ്ണമായിട്ടും വളരെ ശാസ്ത്രീയമായിട്ട് തന്നെ പരിഹരിക്കാവുന്ന ഒട്ടനവധി ചികിത്സാ രീതികൾ ഇന്ന് നമ്മുടെ മുന്നിലുണ്ട്. ഒരു തലവേദനയോ ഛർദിയോ അപസ്മാരമോ ഒരു സൈഡ് ബലം കുറയോ സ്വഭാവത്തിനുണ്ടാകുന്ന വ്യതിയാനങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നിസ്സാരമായി തള്ളിക്കളയാതെ ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണുകയും അദ്ദേഹത്തോട് നമ്മുടെയൊക്കെ ഉണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ ഒന്ന് ചർച്ച ചെയ്ത് അദ്ദേഹം പറയുന്ന ടെസ്റ്റുകൾ നേരത്തെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സാധാരണ ഒരു അസുഖത്തിനെ പോലെ തന്നെ നമുക്കിതിനെ കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതൊന്നും വലിയൊരു കഥയായിട്ട് എടുക്കേണ്ട അല്ലെങ്കിൽ വലിയൊരു സീരിയസ് ഇഷ്യൂ ആയിട്ട് എടുക്കേണ്ട ഒരു കാലഘട്ടത്തിൽ കൂടെയല്ല നമ്മളിന്ന് പോകുന്നത്. ഇതെല്ലാം നമ്മുടെ വിരൽത്തുമ്പുകളിലുണ്ട്. ഒട്ടനവധി ആധുനികമായിട്ടുള്ള ചികിത്സാ രീതികളും ആധുനിക പരിശോധന ചെയ്യാനുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അപ്പോൾ അത് ശാസ്ത്രീയമായിട്ടും വളരെ ഉത്തരവാദിത്തത്തോടെ ഉപയോഗിക്കുക, അതിനനുസരിച്ച് പെരുമാറുക.